അമ്മയുടെ അച്ഛനെന്താ പണ്ട് പ്യൂണായിരുന്നോ? അല്ല, മരിച്ചുപോയ അമ്മയുടെ അച്ഛന്റെ ബാധ എങ്ങാനും ശരീരത്തിൽ കയറിയെന്ന് അറിയാനാ ലോങ് ബെല്ലടിക്കുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ എന്റെ മെക്കെട്ട് കയറാൻ വരിക. എന്തൊരു വിവരക്കേടായത്. നാട്ടുകാർ കണ്ട എന്തോ തോന്നും. തോന്നും. ഭക്ഷണം കഴിക്കാനുള്ള പാത്രം കൊണ്ട് അകത്ത് വെച്ചേ. ഇപ്പൊ സൗകര്യം ഇല്ലെങ്കിലോ? എന്തൊരു വിവരക്കേടാ അമ്മ ഈ കാണിക്കുന്ന. ആരോടുള്ള പ്രതികാരമാ? എന്നോടോ അതോ എവളോടോ? ആ പാത്രം ഇങ്ങോട്ട്. 5-6 പയറിന്റെ വിത്ത് ഞാൻ ഇവിടെ കൊണ്ടിട്ടത് മുഴുവനും ആ നാശം പിടിച്ച കളിയിലൊന്ന് കൊണ്ടുപോവാ. ഞാൻ അതങ്ങളെ ഒന്ന് ഓടിക്കാൻ വേണ്ടി നോക്കിയതാ. അപ്പൊ അവന് എന്തൊരു ബുദ്ധി, എന്തൊരു ബുദ്ധി. വയ്യ. നാശങ്ങളും പണ്ടത്തെ കർഷകരൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു കിളികളെ ഓടിച്ചോണ്ടിരുന്നത്. ഓക്കെ ശരി ശരി അമ്മ. നല്ല അമ്മ, ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ ഇരുന്നോ. ഉച്ചക്കലത്തെ ചോറും പലഹാരവും ചായക്ക് ഇവിടെ തന്നെ കൊണ്ടുതരാം. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഇതേ ഷിഫ്റ്റാ. ഉച്ചവരെ ഞാൻ, അത് കഴിഞ്ഞാ നീ, അത് കഴിഞ്ഞാ ഇവന്, അത് കഴിഞ്ഞാ ആ കുട്ടി പോതങ്ങളെ സ്കൂളിൽ. ഓഫീസിൽ പോകണം. അയ്യടാ, നീ ശമ്പളം വാങ്ങിക്കാനല്ലാതെ എന്നാടാ ഓഫീസിൽ പോയിട്ടുള്ളത്? അങ്ങനെ പറയരുത് അമ്മ, അങ്ങനെ പറയരുത്. കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം നിർബന്ധിച്ച് അർജുനേട്ടനെ ഓഫീസിൽ പറഞ്ഞു വിട്ടതാ. അതെന്തുകൊണ്ടാ? ഞങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ്. നീ മിണ്ടി പറഞ്ഞിരുന്നാ പോരാ, ഇവിടെ ജോലിയെല്ലാം ചെയ്യണ്ടായോ? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു കൊടുത്താൽ ഒരു കാര്യം ഇത് നിങ്ങൾ രണ്ടുപേരുടെ ഇവിടെ ഇരുന്ന് വഴക്കിട്. ഒരു കിളി അടുക്കത്തില്ല. ആ പാത്രം ഇങ്ങോട്ട്. പച്ചക്കറിക്കൊക്കെ തീ വിലയാ. 5-6 പയറ് കിട്ടിയാ അത്രേ ആയില്ലോ എന്ന് വിചാരിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് ഇച്ചിരി കൊട്ട്. അയ്യടി, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാനേ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാ. അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവരാരും കൊട്ടത്തില്ലയോ? മണ്ണെല്ലാം കൂടെ വലിയ കണ്ണലറിയോ? ഓഹോ, അത്രയ്ക്കായോ? എന്നാ പിന്നെ അതൊന്ന് കൊണ്ട. ഞാൻ ഇവിടെ ഇരുന്ന് ഒരുപാട് കൊട്ടും. രാത്രിയിലും കൊട്ടും. മോനവല്ലി, ഇതിന് പകരം വേറെ ഒരു പാത്രം എടുത്ത് നീ ഇവിടെ വന്നിരുന്ന് കൊട്ട. അത്രയ്ക്ക് വലിയ മോഹമാണെങ്കിലേ അമ്മയും മോനും കൂടെ ഇരുന്ന് കൊട്ടിയാ മതി കേട്ടോ. എനിക്ക് വരെ പണിയുണ്ട് രാവിലെ. കുടുംബത്തോടെ കൊട്ടിരോഗം. പിശാച്. അവള് പോന്നെങ്കിൽ അങ്ങോട്ട് പോട്ടെ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടെ ഇരുന്ന് കുറച്ചു നേരം കൊട്ട്. അമ്മ അകത്ത് പോയി ഒരു ശകല നേരം ഒന്ന് കിടക്കട്ടെ, നടുവേദനിക്കുന്നു. അയ്യോ അമ്മേ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ. അയ്യോ, അമ്മയ്ക്ക് അത് അറിയാം മക്കളെ. അവിടെ ചെന്നാലും നീ വെറുതെ ഇരിക്കുമല്ലയോ. ഇവിടെ ഇരുന്നാ ഇത്രയും ജോലിയെങ്കിലും ആവുമല്ലോ. എന്നാ പിടി, കൊട്ട്. ഇവിടെ ഇരുന്നു. ഓരോ ദിവസവും ഓരോ മാരണങ്ങള്. ഇതെന്തൊരു തലവിധി. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരമുരാ. കിളി ഓടിക്കാൻ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഡാഡി ഒരു കവിത പാടിയാ പോരെ. ശവത്തെ കുത്താടാ മക്കളെ. എന്നാലും മക്കൾ ഇത്രയും പെട്ടെന്ന് ഡാഡിയുടെ ഹെൽപ്പിന് എത്തുമെന്ന് കരുതിയില്ല. എന്നാ പാത്രം പിടി. പിന്നെ ആ വേല അങ്ങ് മനസ്സിരിക്കട്ടെ. ഡാഡി ഇത്ര പാവമായി പോയല്ലോ. കുടുംബകലം ഒഴിവാക്കാനേ കോംപ്രമൈസ് വളരെ നല്ലതാണ്. കുറച്ച് പാൽ അവിടെ പിന്നീട് നിനക്ക് കാലം കഴിയുമ്പോ മനസ്സിലായി. ഞാൻ അറിഞ്ഞോ, ഇത് ചായ ഉണ്ടാക്കാൻ വെച്ചിരുന്ന പാലല്ലേ? ചായ ഉണ്ടാക്കാൻ വെച്ചിരുന്നല്ലേ, തൈര് കഴിക്കാൻ വെച്ചിരുന്നതാ. രാവിലെ നീ ഒക്കെ ചായ കുടിച്ചല്ലേടി? രണ്ടാമത് ചായ കുടിക്കാൻ പാടില്ലേ? പിന്നെ രണ്ടാമത് നീ എന്തി പറഞ്ഞ നിന്റെ കുടുംബം ഇത്രയും നീളമുള്ള മുഴുത്ത കുടുംബമാന്നൊക്കെ. കുടുംബവും ചായ തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും എപ്പോഴും ഇങ്ങനെ ചായ. പൊന്നർജുന, ഞാനൊരു ശകലം പാൽ ഒഴിക്കാൻ എടുത്തതാണ്ട് ഇതിനകത്ത് ഇവിടെ വെച്ചിരുന്നു. ഇപ്പൊ ഒരു തുള്ളി പാലില്ല, എല്ലായിടത്തും ചായ ഉണ്ടാക്കും. ചായ വേണമെന്നാ നീ പറഞ്ഞ ചായ ചായ ഇടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കൊട്ട് കേട്ട് നമ്മൾ അങ്ങോട്ട് പോയത്. ഒന്നുമല്ല, അവൻ ചായ ചോദിച്ചു കാണത്തില്ല. നീയാണ് എപ്പോഴും ചായ ഉണ്ടാക്കണ്ട. വീട്ടിൽ ഇനി ചായേ ഉണ്ടാക്കണ്ട. ഞാൻ ഒഴിച്ച് ബാക്കി ആരും ഇവിടെ ചായ കുടിക്കട്ടെ. ഓഹോ, ഞാനേ ദിവസം ഒരു ചായ കുടിക്കത്തുള്ളൂ. നീയൊക്കെ മിനിറ്റിന് ചായ കുടിക്കുന്നവരാ. നമുക്ക് എക്സ്ട്രാ കവർ പാല് മേടിക്കാം. പാല് മാത്രം ഉണ്ടായ ചായ ആവോ? ഞങ്ങൾ തേയിലപ്പൊടിയും മേടിക്കും. അപ്പൊ പഞ്ചസാര ആരും ഉണ്ടായി. കാണാമറയത്ത നീർക്കോലികൾ ഇടിമിന്നലേറ്റ തെങ്ങ് പോലെ. ഞാൻ ഇതുവരെ പറഞ്ഞതുപോലെ അല്ല. നിന്റെ വൈഫിനെ നീ മര്യാദക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ മറ്റേ മക്കളുടെ അടുത്തേക്ക് പോകും. സത്യവാ. എന്താ അമ്മേ, ഉറവിക്കാൻ വെച്ചിരുന്ന പാലെടുത്ത് അവള് വീണ്ടും ചായ ഉണ്ടാക്കി. എന്താ വേണ്ടില്ലായിരുന്നല്ലോ? ഇത് അതിനേക്കാൾ അപ്പുറം അല്ലയോ? ഞാൻ ഈ പേപ്പറിൽ വന്ന ന്യൂസ് ഒന്ന് വായിച്ചു. അതിനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്. വിയൂർ ജയിലിൽ നിന്ന് തടവ് വീളുകൾ ജയിൽ ചാടി. എടാ ഞാൻ പറയട്ടെ, നിന്റെ അച്ഛനില്ലയോ കൃഷ്ണൻ വക്കീല്? അദ്ദേഹം കേസ് വാദിച്ച ഒരാള് തോറ്റില്ലയോ? വാദിച്ചു. ജൈവപര്യന്തം തടവിലിട്ടില്ലയോ? അയാളാണ് ജയിലിൽ അടിയെന്നാണ് ഇവള് പറയുന്നത്. അതെ, അയാളാ ജയിലിൽ ചാടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ച സ്ഥിതിക്ക് അയാളുടെ നോട്ടം മുഴുവൻ അമ്മയിലായിരിക്കും, അമ്മയായിരിക്കും അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇവിടെ പയറ് മുളപ്പിച്ച് പയറൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ പയറ് തോരൻ ഉണ്ടാക്കി കഴിച്ച പോലെ തന്നെ അതിന് മുമ്പ് അയാൾ അമ്മയെ തട്ടും.
എന്റെ മോനുമല്ലേ എന്തിനാ അമ്മ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അമ്മ അറിയാതെ അവൻ ഇങ്ങോട്ട് വന്നാലേ ഞാനില്ലയോ ഇവിടെ? എന്തൊത്തിനാ ഓളൊക്കെ വിഴുങ്ങി? ഞാൻ എന്റെ കോയിലടുത്തേക്ക് പോവാ. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. പൊക്ക പൊക്ക ഒരു പ്രാവശ്യം ഇതുപോലെ പോയതാ, അതുപോലെ തിരിച്ചു വന്നു. എന്താ മോനുമല്ലേ ഇത് അമ്മ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? പേടിക്കണം അർജുനേട്ടാ, പേടിക്കണം. അകത്തോട്ട് ചെന്നപ്പോ എന്നോട് അമ്മ പറയുക, കിളികളെ മര്യാദയ്ക്ക് തുരത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ തുരത്തുവന്ന്. അപ്പോഴാണ് ഭാഗ്യത്തിന് പേപ്പർ ഉണ്ടായി കെട്ടിയതും ഈ ജയിലിന്റെ പ്രശ്നങ്ങൾ ഞാൻ വായിക്കാനിട വന്നതും. ചുമ്മാ പറഞ്ഞതാ, ഇത് അങ്ങേരൊന്നും അല്ല. ഞാനേ അമ്മ പോകുന്നതിന് മുമ്പ് ഒന്ന് പേടിപ്പിച്ചേച്ച് വരട്ടെ, മാക്സിമം പേടിപ്പിച്ചു. വേണം. കവിതയാണോ? കാണാൻ പറയത്ത നീർക്കോലികൾ. മുഴുവൻ എഴുതിയോ? മുഴുവൻ എഴുതി. ഇതാ എന്തിനാ? അമ്മയെ പേടിപ്പിക്കാനാ. ഇവരെ നല്ല വഴിക്ക് നടത്താൻ എന്താണ് ഒരു വഴി? വല്ല അമ്പലത്തിലും പോയി പൂജ നടത്തിയാലും. അതിനെ രണ്ടുപേരെയും വല്ല വിനോദത്തിലും ഏർപ്പെടുത്തണം. വെറുതെ ഇരിക്കുമ്പോഴാ മനസ്സിൽ ചെകുത്താൻ കയറുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ ട്രിൽ പീരീഡിന് കളിക്കാൻ വിടുന്ന പോലെ. ഡാഡിയെ കൊണ്ട് തോറ്റു. ഡാഡി വല്ല ചെസ് ബോർഡോ ക്യാരംസ് ബോർഡോ വീട്ടിൽ മേടിച്ച് വെക്ക്. പിന്നെ ശ്രദ്ധ മുഴുവൻ അതിനകത്തായിക്കോളും. നീ ആള് കൊള്ളാമല്ലോടാ. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പരീക്ഷിച്ച് വിജയിച്ച നമ്പറാ. പിന്നെ കളികളൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. തൽക്കാലം നമുക്കൊരു ചെസ് ബോർഡ് വാങ്ങിക്കാം. മക്കള് പോയി കിളി ഓടിക്കും, ഞാൻ പോയി ചെസ് ബോർഡ് വാങ്ങിച്ചോണ്ട് വരാം. അയ്യടാ, ആ വേല എങ്ങനെ ഡാഡിയുടെ മനസ്സിരിക്കട്ടെ, ഞാൻ പോയി മേടിക്കാം. ഡാഡി കാശതാ. തന്നെ കാശ് എന്റെ പേഴ്സിൽ ഇരിപ്പുണ്ട്, നീ പോയി എടുത്തു. എന്നാ മോള് പോയി ഓടിക്കും. അയ്യേ, എനിക്കൊരു പണിയുണ്ട്. ഡാഡിയെ പോലെ താളത്തിന് ഉള്ളതൊന്നും എന്നെ കിട്ടില്ല. എല്ലാം പൂച്ച നക്കിയ പോലുണ്ട്. ഒരു സാധനം കഴിക്കാനില്ല. അണ്ണ ഒരു ബ്രെഡ് പോലും ഇല്ല. ഏതായാലും എന്റെ മക്കൾ ആദ്യമായിട്ട് അടുക്കളപ്പണിക്ക് വന്നല്ലോ, സന്തോഷമായി. അയ്യേ, അടുക്കളപ്പണി എടുക്കാൻ വേണ്ടി വന്നതല്ല, കഴിക്കാൻ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി കേറിയതാ. അത് ശരി. ഡാഡി തന്നെയല്ലേ ചെസ് ബോർഡ് വാങ്ങിക്കൊടുത്തത്. രണ്ടുപേരും അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നു പോലും ഇല്ല. അതാ നോക്ക്. ഇത്ര പെട്ടെന്ന് കളി പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും കാഞ്ഞ ബുദ്ധിയാ രണ്ടിന്റെ. പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചിട്ടുണ്ടെന്നുള്ള ഭാവമാ. ഏതായാലും നമ്പർ ഏറ്റ്. ഭയങ്കര ആലോചനയാ രണ്ടുപേരും. എന്തൊരു സൈലന്റ് ആയിവിടെ. നമ്മളും ആലോചിച്ചോണ്ടിരിക്കേണ്ടി വരുമോ? കഴിക്കാൻ ഒന്നും ഇല്ല. മക്കളെയല്ലേ, ഡാഡി ശരിയാക്കി തരാം. ചെല്ല. ഞാൻ ധന്യനായി. അങ്ങോട്ട് നീങ്ങിയിരിക്ക. ഞാൻ എന്റെ കുതിരയെ നോക്കിയതാ. കുതിര അവിടെ നോക്കിയോ? അർജുനേട്ടാ, ഒരു കട്ടൻ ചായ എടുത്ത ആ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്. ദേണ്ട കൊണ്ടുവരുന്നു. ചായ കടിക്കാനൊന്നുമില്ല. ആ വെള്ള കാലാലിനെ കൊണ്ട് ആനയെ എടുക്കുന്നു. മിണ്ടാരിയടാ. അയ്യേ, ഒരാൾക്ക് അങ്ങനെ ആന എടുക്കാൻ പറ്റും തനിയെ? മണ്ടൻ തന്നെ. ഞങ്ങളെ കളി പഠിപ്പിക്കാതെ എഴുന്നേറ്റ് പോടാ. പോയി അടുക്കള പോയി വല്ലതും ഉണ്ടാക്ക്. ചെല്ല്. അതെ, കളി പഠിപ്പിക്കാം. അതല്ല, അത് അങ്ങോട്ട് മാറ്റി വെച്ച്. അത് തന്നെയാ. അതല്ല, അത് തന്നെയാ. അതല്ല, അതല്ല, അത് ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് പറ്റത്തില്ല? പറ്റത്തില്ല. 17-നും 18-നും ഇടയ്ക്ക് അതങ്ങനെ വന്നിരിക്കും. 17 18. അതാണ്ട 17 18. അതിന്റെ നമ്പർ ഒന്നുമില്ല. നമ്പർ ഉണ്ട്, താണ്ട കിടക്കുന്നു. ചുമ്മാ ഇവിടെ ഇരുന്നാണോ അരിയുന്നത്? വിശ്വനാഥൻ ആനന്ദിനെ വിളിക്കണോ? പ്ലീസ്, കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ. എടാ, നിന്നോട് അകത്ത് പോയിരുന്ന് അറിയാനല്ലേ പറഞ്ഞേ? നീ വേഗം ആ സാമ്പാർ ഉണ്ടാക്കി വെച്ച് വെച്ചാൽ കിളികളെ പോയി ഓടിച്ച. ഇപ്പൊ കിളികൾ ഒരുപാട് വരും. അമ്മ കളിക്കാൻ നോക്ക്. ഇങ്ങനെ അങ്ങ് പോയാ മതിയായിരുന്നു. ചെക്കോ? ചെക്ക് നീ ഇപ്പൊ എനിക്ക് തരുവോ? പക്ഷെ അതല്ല, പിന്നെ കളിയിലെ അമ്മയുടെ രാജാവിനെ പൂട്ടി ഇനി എങ്ങോട്ടും അമ്മയുടെ രാജാവിന് പോകാൻ പറ്റത്തില്ല. അമ്മയുടെ രാജാവിനെ പൂട്ട്? എന്റെ രാജാവിനെ പൂട്ടാൻ മാത്രം നീ വളർന്നോടി. അമ്മയുടെ രാജാവിന് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. എങ്ങും പോയി എന്റെ രാജാവിനെ നിനക്കൊന്നും പിടിച്ചു കെട്ടാൻ ഒക്കത്തില്ല. അത് പല വഴിക്കും പോകും. അതിന്റെ ഇഷ്ടം പോലെ പോകും. അയ്യോ, അങ്ങനല്ല. പിന്നെ ഈ കളിയിലെ അമ്മ തോറ്റെന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ തോറ്റിട്ടൊന്നുമില്ല. നീ ചുമ്മാ തോറ്റു. നീ എന്റെ ഇടപെടരുത്. എന്റെ ജീവിതത്തില് ഇതുപോലെ മണ്ടിയായ ഒരു എതിരാളി
എനിക്ക് ചെസ് കളിയിൽ നേരിടേണ്ടി അയ്യോ വന്നിട്ടില്ല. അവളങ്ങ് എന്നും ചെസ് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അവള് പൊടി കിടന്നുരുളല്ലേ ഇവിടെ അമ്മേ? വന്നിട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അവള് ചെസ് കളിക്കുന്നത്. പിന്നെ അമ്മ കാണിച്ചോണ്ടല്ല ഞാൻ ചെസ് കളിക്കുന്നത്. പിന്നെ ഒന്ന് നിർത്ത്. നിർത്താൻ മാത്രം നീ ഇവിടെ വന്നിരിക്കാതെ നീ അകത്തോടാ. അതെ നല്ല സാമ്പാർ പോയി ഉണ്ടാക്ക്. അതെ അമ്മ കളി തോറ്റു, ഞാൻ സമ്മതിച്ചു. ഞാൻ കളി തോറ്റിട്ടില്ല തോറ്റു. കളിക്കുന്നൊന്ന് കാണട്ടെ. എന്ത് എന്ത് നിന്റെ കുതിര, ആന, മണ്ണാങ്കട്ട, തേങ്ങാക്കൊട, മാങ്ങ തൊലി പോടുന്നു. എന്താ അച്ഛമ്മ ഇത്? നാണമില്ല ഇങ്ങനെ കുട്ടികളെ പോലെ വഴക്കൂടെ? എടാ ഇവക്ക് ബുദ്ധിയില്ലാത്ത എന്റെ കുഴപ്പമാണോ? ബുദ്ധി ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ. ഓ ഇനി വാടി കാണിക്കാനായിട്ട്. ഇനി മേലെ നീ എന്റെ കൂടെ കളിക്കാൻ വന്ന തോറ്റ് തുന്നം പഠിക്കില്ല. ആഹാ എന്നാ ഒന്നും അറിയണം. മാനാവട്ടെ എടാ സാമ്പാറിന്റെ കഷ്ണം ഇനി കൊണ്ടുവാ. അല്ല, നീ അല്ലയോ പറഞ്ഞത് ചെസ് ബോർഡ് വാങ്ങിച്ചു കൊടുത്ത അവരുടെ സ്വഭാവം മാറുമെന്ന്? ഡാഡി ഏതെങ്കിലും ഒരു ഗെയിം അടി കൂടാതെ അവസാനിച്ചിട്ടുണ്ടോ? എനിക്കൊരു ചെസ് ബോർഡ് വേണമായിരുന്നു, അതിനു വേണ്ടി ഞാൻ ഒരു നമ്പർ ഇറക്കി. താങ്ക്സ് ഡാഡി. ചെല്ല് ഞാൻ വീണ്ടും തോറ്റു. എല്ലാവരുടെയും മുമ്പ് ഞാനൊരു വിഡ്ഢിയായി. ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഞാൻ ആകെ തന്നെ മൊത്തത്തിലൊന്ന് മാറാം, എങ്കിലേ എൻ്റെ ജീവിതത്തിനൊരു രക്ഷയുള്ളൂ. ചെസ് കളിച്ച് രണ്ടും കൂടെ വഴക്കുണ്ടാക്കാനായിരിക്കും പ്ലാൻ. കേറിപ്പോടാ, മഹാവൃത്തികെട്ടവനാ ഞാൻ. കേറിപ്പോടാ. പോയില്ലെങ്കിൽ തർക്കുത്തരം പറയുന്നോടാ. മൈൻഡ് യുവർ വേർഡ്സ്. ഡാഡിക്ക് എന്താ വട്ടായോ? നോർവേയിലെ കുട്ടികളെ ശിക്ഷിച്ച അച്ഛനമ്മമാർ ഇന്ന് ജയിലിലാ. കളിക്കല്ലേ. കുട്ടികളെ തല്ലിയ ശിക്ഷാർഹമാണ്. കംപ്ലൈന്റ് ചെയ്താൽ കുടുങ്ങും. അല്ല, അത് ഇന്ത്യയിൽ പ്രശ്നമൊന്നും അല്ല. പ്രശ്നമാ. മക്കളകത്ത് ചെന്ന് കളിക്ക്. ഡാഡിക്ക് ഒരു പുസ്തകം വായിക്കാനുണ്ട്. ചെല്ല്. അങ്ങനെ വഴിക്കുവാ. ഈ വീട്ടിൽ എല്ലാവർക്കും ഭ്രാന്ത. ജീവിത വിജയത്തിന് 10 വഴി. ക്ഷമ. ഏത് കാര്യവും ക്ഷമയോടെ നേരിടുക. ലക്ഷ്യബോധം. ഒന്ന് നിൽക്കുക. ലക്ഷ്യമെന്താണെന്ന് ആസൂത്രണം ചെയ്യുക. നട്ടലോടെ പ്രവർത്തിക്കുക. യോഗ, മറ്റു വ്യായാമങ്ങൾ എന്നിവ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുക. നന്നാവാൻ തീരുമാനിച്ചോ? നന്നാവാൻ മാത്രമല്ല, നന്നാക്കാനും. ആരുടെ കാര്യമാണ് നീ പറയുന്നേ? നിങ്ങളുടെ കാര്യം തന്നെ. ദേ ഇത് നോക്കിക്കോ. വില്യം ഹോഗിൻസിന്റെ പുസ്തകമാണ്. ആരാ? വില്യം ഹോഗിൻസ്. ജീവിത വിജയം നേടാനുള്ള 10 വഴികൾ. ഇത് അരച്ച് കലക്കി കുടിച്ചിട്ടേ ഞാൻ ബാക്കി കാര്യത്തിലേക്ക് കിടക്കൂ. അപ്പൊ നീ ഇന്ന് ഓഫീസിൽ പോന്നില്ലേ? ഇല്ല, 6 മാസത്തേക്ക് ലീവ് എടുത്തു. ജീവിത വിജയം നേടിയാൽ ജോലി രാജിവെക്കും. അർജുനേട്ടാ, സർക്കാർ ജോലിയുടെ 5 ഇരട്ടി ശമ്പളം കിട്ടുന്ന വേറെ ജോലി ഉണ്ട് മോളെ. ദേ എഴുന്നേറ്റ് ഓഫീസിൽ പോയില്ല നിന്റെ മുട്ടുകാലി ഞാൻ കല്ലടിക്കും. അവിടുന്ന്. ജീവിത വിജയത്തിന്റെ ക്ഷമ ആവശ്യമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. സുഹൃത്തുക്കളെ, വളരെ നിസ്സാരമായ വാക്ക്, പ്രവൃത്തി, അവ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആനന്ദാനുഭൂതി തിരിച്ചറിയുക. വാക്കാൽ പോലും ആരെയും ദ്രോഹിക്കരുത്. ഇത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവനെതാണ്ട് സംഭവിച്ചു. ശരി, ഓഫീസിൽ പോകുന്നില്ലെങ്കിൽ വേണ്ട, എഴുന്നേറ്റ് പോയി ആ കിളിയെ ഓടിക്കാവോ? എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. അകത്തിയെന്നുള്ള പാലെടുത്തു വെക്കാം. ഞാൻ വ്യായാമം ചെയ്തിട്ട് വരാം. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. എന്തിനാ വ്യായാമമെന്നോ? മനഃശാന്തിക്കും ശരീര പുഷ്ടിക്കും വ്യായാമം അത്യന്താപേക്ഷിതമാണ്. പിന്നെ ചിലരെ നേരിടാനും ആ ചിലർ നിങ്ങളാണ്. അയ്യോ, എന്തത്? ഹനുമാൻ ബാധയോ? ഇതിന് സമയവും കാലവും ഒക്കെ ഇല്ലേ? അതാ ഞാനും ആലോചിക്കുന്നേ. മോനെ എന്ത് പറ്റിയടാ നിനക്ക്? വട്ട് അല്ലാതെ എന്തുവാ? ഓ ചുമ്മാ ജീവിത വിജയത്തിന്റെ 4ാമത്തെ അടവാണിത്. മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിക്കാനുള്ള വ്യായാമം. ഈശ്വരാ, അമ്മ ആരെങ്കിലും വിളിക്ക്. നീ വിളിക്ക്. അയ്യോ, നിങ്ങള് കരയുന്ന കാണാൻ നല്ല രസമുണ്ട്. കുറെ പേരെ നിങ്ങൾ കരയിച്ചിട്ടുള്ള അല്ലയോ? എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് വയ്യ.
അർജുനേട്ടാ പാലൂടെ വെച്ച് കെട്ടിയ നന്നായിരുന്നു. തലയിൽ നെല്ലിക്കട്ടെല്ലാം വെച്ച ശരിയാവുമായിരിക്കും. എനിക്കും അത് തന്നെ തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും അയ്യോ ഞാൻ പറയുന്നത് കേട്ടാ മതി. ആ. അകത്ത് പോയി പാലെടുത്ത് വെക്കാം. എന്തോ ഈ കാണിക്കുന്നേ? നമുക്കെടുത്ത് പാൽ നോക്കാം. വാ. അയ്യോ ഇത് പൊളിക്കണല്ലേ? ശ്ശുടാ. അമ്മേ, മോഹനലി, പാലെടുക്ക. ഗുഡ്. അപ്പം എങ്ങനെയും പെരുമാറാൻ അറിയാം. വെരി ഗുഡ്. അമ്മ എന്തിനാ കറിയുന്നേ? എന്റെ പഴയ കഞ്ഞി സ്വഭാവം മാറ്റണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 4 പടവുകൾ കഴിഞ്ഞു. ഇനി 6 പടവുകൾ ബാക്കിയുണ്ട്. അയ്യോ ആ പടവൊക്കെ ഇപ്പൊ തീരും. 1 മാസമെങ്കിലും എടുക്കും. ഞാൻ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്ന ഈ ഓറഞ്ച് ആരും തിന്നില്ലേ? ഞങ്ങള് കദളിപ്പഴം വാങ്ങിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞേ? കദളിപ്പഴം ഒരു കടയിലും ഇല്ലായിരുന്നു. എന്നാ പിന്നെ തന്നെ തിന്നാ മതി, ഞങ്ങൾക്ക് വേണ്ട. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവമ്പഴം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. അതില് കഥാനായകനായ അബ്ദുൽ ഖാദർ സാഹിബ് ഭാര്യ ജമീല ബീവിയെ കൊണ്ട് ഓറഞ്ച് തീറ്റിക്കുന്ന ഒരു രംഗമുണ്ട്. പൂവമ്പഴം അല്ലേ? ഓറഞ്ച്. പൂവമ്പഴം എന്ന് പറഞ്ഞു? അല്ല, ഓറഞ്ച് തന്നെ. ഓറഞ്ചാ. മോഹനലി, ഓറഞ്ച് തിന്നടി. എനിക്ക് വേണ്ട, വാങ്ങിച്ചാള് തന്നെ തിന്നാ മതി. തിന്നടി. റെഡി? തിന്നാനാ പറഞ്ഞേ. എനിക്ക് വേണ്ട, ഞാൻ കദളിപ്പഴം തിന്നോളാം. പുസ്തകം വായിച്ചെന്റെ ഫലമുണ്ട്. കണ്ണിൽ എന്റെ നീര് പോയിട്ടാ. പെട്ടെന്ന് തിന്നോണം. വേഗം തന്നെ വേഗം തന്നെ. കുരു കളഞ്ഞ് പതുക്കെ തിന്നു മക്കളെ. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും ഓറഞ്ച് തിന്നാൻ. തിന്നണോ? പെണ്ണുങ്ങളെ തല്ലുന്ന ചെറ്റത്രവാന്ന് അറിയാൻ മേലഞ്ഞിട്ടല്ല, പക്ഷെ അവക്ക് 2 പെരിക്കിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ നിന്റെ ആരാടി? കദളിപ്പഴം. ഭർത്താവ്. ഭർത്താവ്. നീ തിന്നുന്ന എന്തുവാ? ഓറഞ്ച്. അല്ല, കദളിപ്പഴം. 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 അപ്പൊ ഇതെന്താ? കദളിപ്പഴം. കദളിപ്പഴം. കദളിപ്പഴം എങ്ങനുണ്ട്? ഓറഞ്ച് പോലുണ്ട്. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് ചോദിക്കണമായിരിക്കും, കദളിപ്പഴം എങ്ങനുണ്ട്? കദളിപ്പഴം ഓറഞ്ച് പോലെ ഉരുണ്ടിട്ടുണ്ട്. ഉരുണ്ട. ഇനി ഞാൻ വിളിക്കുമ്പോ മാത്രമേ പുറത്തു വരാവൂ. പൊയ്ക്കോടുന്നു. എങ്ങോട്ട് പോണം? പോകാനാ പറഞ്ഞേ. ആ പുസ്തകം കൊള്ളാമല്ലോ. 4 പടവ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഡെവലപ്പായി. പോസ്റ്റ്. ദൈവമേ, കോകിലയുടെ കല്യാണത്തിനെടുത്ത ലോൺ ഓവർ ഡ്യൂ ആയി. ഇതെങ്ങനെ തിരിച്ചടയ്ക്കും? മോഹനവല്ലി, മോഹനവല്ലി. എന്താ ഇനി ഓറഞ്ച് അല്ല കദളിപ്പഴം കഴിക്കണോ? അയ്യോ, ഇവിടെ ഇരിക്കലില്ലു. ഇരിക്ക. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നീ അതൊക്കെ അങ്ങ് ക്ഷമിക്കില്ലു. ഞാൻ നേരത്തെ അടിച്ചപ്പോ നിനക്ക് വേദനിച്ചായിരുന്നു. അറിയാതില്ലു. ഇങ്ങോട്ട് നോക്കിക്ക. എന്താ? എന്തിനാ വിളിച്ചേ? എനിക്ക് നിന്റെ
4 വളകൾ വേണം, പണയം വെക്കാനാ. അടുത്ത മാസം എടുത്തു തരാം. അപ്പൊ അതിനായിരുന്നു ലിലാലി ലുല്ലു അല്ലേ? ഇതിനാ? അല്ല, എനിക്ക് ലോൺ എടുത്തതിന്റെ കാശ് തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ജപ്തിയാവും. അതെ, എനിക്ക് എന്റെ അച്ഛൻ തന്ന വളയാ. അല്ല, അത് 4 വള നീ എനിക്ക് താ. അടുത്ത മാസം ഞാൻ അങ്ങ് തിരിച്ച് എടുത്ത് തരാം. സൗകര്യമില്ല, ഞാൻ തരത്തില്ല. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ നേരത്തെ എനിക്കറിയാം എങ്ങനെ എനിക്ക് ആ വള ഉണ്ടാക്കി തന്നെയാണ്. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനാ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അല്ല, ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴല്ലയോ നമുക്ക് ഇത്. ഞാൻ ഉണ്ടാക്കി വെച്ചല്ലോ. അല്ല, സ്വർണം നമുക്ക് ഇതുപോലൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്റെ കൊച്ചിന് വേണ്ടി ഞാൻ കരുതി വെച്ചേക്കുന്ന സ്വർണ്ണം അതായിരുന്നു. അയ്യോ, കൊച്ചു പിന്നിൽ ഇപ്പൊ കൊച്ചു കുഞ്ഞല്ലയോ? വേണ്ട, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. അല്ല, 4 വള എനിക്ക് കിട്ടിയേ പറ്റൂ. പറ്റു തരത്തില്ല. ആഹാ, അത് നമുക്ക് കാണണമല്ലോ. അല്ല, വേണ്ട. വിട്, ഞാൻ തരത്തില്ല. തരത്തില്ലേ വള? ഞാൻ തരത്തില്ല. ആഹാ, തരത്തില്ല, വിട്. എടുത്തോണ്ട് വാടി വള. വള തരാനാ പറഞ്ഞത്. വള ഊരിത്താ മതി. വള തരാനാ പറഞ്ഞത്. വള തരാൻ. കൊല്ലും ഞാൻ. കൊല്ലും ഞാൻ. വള ഊരി. എടി, ഓ, തുറന്നെടുക്കാം. എടി, വിട്. ഊരിത്താടി. എന്തുവാടാ ഇത്? എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയ രാത്രിയില്? എടാ, എന്താ നിനക്ക്? നിനക്ക് എന്ത് പറ്റി? അതെ, മനോഹരമായ ഒരു സ്വപ്നത്തിന്റെ ക്ലൈമാക്സ് ആയിരുന്നു. കൊല്ലാൻ നോക്കുന്നതാണോടാ climax? ഏ? എന്തായിരുന്നു സ്വപ്നം ഡാഡി? ഡാഡി പ്ലീസ്. അതെ മക്കളെ, ഞാനേ ജീവിത വിജയത്തിന്റെ 10 പടവുകൾ എന്ന പുസ്തകം വായിച്ച ഉഷാറാക്കി നിങ്ങളെയൊക്കെ വരയാൻ നിർത്തി. എവിടെ ഓറഞ്ച് മറ്റേ കദളിപ്പഴമാന്നും പറഞ്ഞുകൊണ്ട് തീറ്റിച്ചു. അവസാനം 4 വള ചോദിച്ചിട്ട് പണയം വെക്കാൻ 4 വള ചോദിച്ചിട്ട് അവള് തന്നില്ല. ഇവിടെ അവിടെ കയ്യിൽ എവിടെ കിടക്കുന്ന വള? എവിടെ കിടക്കുന്ന വള? ഏ? ഇവന് ഇവിടെ പുറത്ത് പോയി കിടക്ക. എനിക്ക് പേടിയാ. പോയി പുറത്ത് കിടക്ക. വേണ്ട, ഇവിടെ കൂടെ ഇവനെ അകത്ത് കിടക്കാൻ ഒക്കത്തില്ല. അതിന്റെ കൊച്ചുങ്ങളായി കഴിഞ്ഞപ്പോഴാണ് അവന്റെ അറിയപ്പെടാ. എനിക്ക് പുറത്ത് കിടക്കുന്ന പേടിയാ. പേടിയാണോ? എന്നാ നീ വേറെ ഇറങ്ങിപ്പോയിനകത്തുനിന്ന്. ഞാനാ അവളുടെ കൂടെ കിടക്കുന്നത്. അറിയപ്പെടാ. അയ്യോ, എന്റെ ദൈവമേ, ഇങ്ങനൊരു കോത്താരത്തുകാരൻ. ഇറങ്ങ, എന്തെന്ന് ഇറങ്ങുന്ന ഇരുന്നിട്ട് ഇറങ്ങ അങ്ങോട്ട്. എന്റെ ദൈവമേ. എടാ, നിങ്ങളുടെ തന്റെ പുറത്തിറക്കി വിട്ട് കഥ എടുക്കടാ. വലിച്ചടിച്ച് പുറത്തു കൊണ്ടിടടാ. സ്വത്ത് അല്ല, ഇന്നെന്താ ഉദ്ദേശം? അകത്ത് കിടക്കാനാണോ അതോ പുറത്ത് കിടക്കാനാണോ? അകത്ത്. അയ്യടാ, അത് വേണ്ട. എന്നിട്ട് വേണം ഡാഡി വല്ല സ്വപ്നം കണ്ടിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ. ഡാഡി പുറത്തോ, പോയി കിടന്നുറങ്ങിക്കോ. പുറത്തോ. ഡാഡി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡാഡി, ബൈ. ഗുഡ് നൈറ്റ്. എവിടെ കിടന്നാലും സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. സ്വപ്നത്തിലെങ്കിലും ഞാൻ ജീവിത വിജയം നേടട്ടെ.